ഹലോ, ഹമ്മിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചായക്കടയിലൊക്കെ കണ്ണാടി ബോട്ടിൻ്റെ അകത്തിരിക്കുന്ന പാൽ കേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. വീട്ടിലുള്ള കുറച്ച് വസ്തുക്കൾ മതി കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാൻ. ആർക്കും തന്നെ തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് മറക്കാതെ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പം നമുക്ക് പാൽ കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഇപ്പം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാര ഒന്ന് അലിയണ വരേക്കും മിക്സ് ചെയ്യുക കേട്ടോ. പഞ്ചസാര പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ബെറ്ററാണ്. പിന്നെ പഞ്ചസാര ഇനി കൂട്ടണ്ട കേട്ടോ, ഈ അളവ് കറക്റ്റ് ഇതിലേക്ക് പാകമാണ്. ഇപ്പോൾ പഞ്ചസാരയും മുട്ടയൊക്കെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂണിലും താഴെ അപ്പസോഡയാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടെയാണ് കേട്ടോ. ഇനി ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്ലോർ ചേർക്കണം. ഞാനിപ്പോൾ മൈദപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1.5 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ഇതേ അളവിൽ തന്നെ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് മെൽറ്റ് ചെയ്ത ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ തിരുമ്മി അങ്ങ് മിക്സ് ചെയ്യാം. എന്നിട്ട് ഏകദേശം ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് കുറേശ്ശെ പാല് ചേർത്തിട്ട് നല്ല സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു ഇളം ചൂടുള്ള പാലായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് പാലെല്ലാം കൂടെ അങ്ങോട്ട് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ മാവിൽ വെള്ളം കൂടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി അഥവാ കൂടി പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ചും കൂടെ അങ്ങ് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ മാവിനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. പരത്തിയെടുക്കുന്ന കല്ലിൽ അല്പം മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കുക. വളരെ തിന്നായിട്ട് പരത്തിയെടുക്കരുത്, കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ ഇത് പരത്തിയെടുക്കാൻ. ഇപ്പോൾ ഇതാ കണ്ടോ, ഞാനിപ്പോൾ ഇതിനെ കുറച്ച് കട്ടിയിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉള്ള വലുപ്പത്തിൽ കട്ട് ചെയ്യുക കേട്ടോ. പാൽ കേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ചിലപ്പം വളരെ ചെറിയ സൈസിൽ ഉണ്ടാവും, അല്ലെങ്കിൽ വളരെ വലിയ സൈസിലും ഉണ്ടാവും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടോ, ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ചെയ്യേണ്ടത് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഇതിനായിട്ടിപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാര 1 കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിലേക്ക് ഇപ്പോൾ ഞാനൊരു 2 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഏലക്കായോ അല്ലെങ്കിൽ ഇതിന് പകരം ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഷുഗർ സിറപ്പ് ആക്കി എടുക്കുക കേട്ടോ. ഒരു നൂൽപ്പരുവാവേണ്ട ആവശ്യമില്ല, ഇത് ജസ്റ്റ് ഒന്ന് ഉരുകിയിട്ടൊന്ന് കട്ടിയായി വന്നാൽ മാത്രം മതി. അപ്പോൾ അതാ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ മാറ്റി വെക്കുക. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കി എടുക്കുക കേട്ടോ. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരിക്കലും തീ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ ആണെങ്കിലോ പുറം ഭാഗം പെട്ടെന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരും, എന്നാൽ അകംഭാഗം കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് സാവധാനം ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലാണെങ്കിലും ഇത് വളരെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഇപ്പോൾ ഇതാ കണ്ടോ, ഇതൊക്കെ കളറ് മാറി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പില്ലേ, അതിലേക്ക് ഇതിനെ നേരിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഷുഗർ സിറപ്പിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇതിൽ തന്നെ അങ്ങ് വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഷുഗർ സിറപ്പ് ചൂട് വേണം കേട്ടോ. ഇനി അഥവാ നിങ്ങളുടെ ഷുഗർ സിറപ്പ് ചൂട് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാൻ. എന്നാലേ
നമ്മുടെ ഈ പാൽ കേക്കിൽ ഷുഗർ നന്നായിട്ട് പിടിച്ചിരിക്കുകയുള്ളൂ. ഒരു 5 മിനിറ്റോളം ഇതിനെ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം കോരി മാറ്റുക. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കിടിലൻ പാൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത്രേ പണിയുള്ളൂ പാൽ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വസ്തുക്കൾ മതി. നമ്മുടെ ചായക്കടയിലൊക്കെ കണ്ണാടി ബോട്ടിലിൻ്റെ അകത്ത് ഇരിക്കുന്ന പാൽ കേക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഇനി അത് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ഹമിൻസ് കുക്കിംഗ് വേൾഡ് ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതെൻ്റെ ചെറിയൊരു റിക്വസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കിടിലൻ റെസിപ്പിയുമായിട്ട് കാണാം.